അപ്പോൾ ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാന്ന് പറയുന്നത് ഒരുപാട് നൂലാമാലകൾ പിടിച്ച കാര്യമാണെന്നാണ്. അവർ വിചാരിക്കുന്നത് ഇവിടെ ആധാരം, അടിയാധാരം, പാൻ കാർഡ്, റേഷൻ കാർഡ് ഇതൊക്കെ ചോദിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ലളിതമായിട്ട് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ആകെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വാലിഡ് പാസ്പോർട്ട്, 2 പെർമനന്റ് അഡ്രസ്സ്, 3 രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, 4 ഒരു ഇമെയിൽ ഐ ഡി. ഈ ഒരു കാര്യം മതി. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, പേയ്മെന്റ് ലിങ്ക് വഴി പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് എന്ന് പറയുന്ന സിറ്റി ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു വേൾഡാണ്. നിങ്ങൾക്ക് ലോകത്ത് എവിടെയിരുന്നും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. ഇന്ന ജാതിയാണ്, ഇന്ന മതമാണ്, ഇന്ന അല്ലെങ്കിൽ എത്നിക്സ് ആണ്, അങ്ങനത്തെ ഒരു പ്രശ്നവും. എവിടെയിരുന്നും 100% ഫ്രീ ഹോൾഡ് ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ദുബായിൽ സ്വന്തമാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളെ സംശയമായിരിക്കും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ടാക്സ് കൊടുക്കണമെന്നുള്ളത്. യാതൊരു ടാക്സേഷനും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ആകെ വരുന്നത് ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കുമ്പോൾ ആ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 4% പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഫീസായിട്ട് DLDക്ക് അടക്കണം. അതുകൂടാണ്ട് നിങ്ങൾക്ക് വരുന്നൊരു ചാർജ് എന്ന് പറഞ്ഞാൽ ഉക്കൂദ് ടൈറ്റിൽ ഡീഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് 1000 ദിർഹംസ് മുതൽ 5000. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ഡെവലപ്പർ അനുസരിച്ചിട്ടാണ്. ഈ ഒരു 2 ചാർജസേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു ഹിഡൻ ചാർജസ് നിങ്ങൾക്ക് വരുന്നതല്ല. അത് മാത്രമല്ല, നിങ്ങളൊരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി വാങ്ങുന്നെങ്കിൽ 1 വർഷം മുതൽ 7 വർഷം വരെ പേയ്മെന്റ് പ്ലാൻ ഡെവലപ്പേഴ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. ഇനി നിങ്ങൾ റെഡി പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നതെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 80%, നിങ്ങളൊരു UAE റെസിഡൻ്റ് ആണെങ്കിൽ 80% നിങ്ങൾക്ക് ബാങ്ക് മോർഗേജ് തരും. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 50% വരെ നിങ്ങൾക്ക് ബാങ്ക് മോർഗേജ് ആയിട്ട് തരും.